നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ബില്ലിന്മേൽ ബലാബലം. ഉൽപ്പന്ന സേവന നികുതി ബിൽ പ്രതീക്ഷയുമായി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. രാജ്യസഭയുടെ പരിഗണനയിലുള്ള GST ബില്ലിനെ എതിർക്കില്ലെന്ന സൂചന നൽകി കോൺഗ്രസ്. കശ്മീർ സംഘർഷങ്ങളും അരുണാചലിലെ രാഷ്ട്രീയ നാടകങ്ങളും ചർച്ചയാകും. 20 ദിവസം നീളുന്ന സമ്മേളനത്തിൽ മുഖ്യ അജണ്ടയായി GST. ബില്ലിനെ എതിർക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലും എന്നാൽ പിന്തുണയ്ക്കുന്നത് അർഹത നോക്കി മാത്രമെന്നും ഗുലാം നബി ആസാദ്. അതേസമയം GST വിഷയം ചർച്ച ചെയ്യാൻ മാത്രമായി സർവകക്ഷി യോഗം വിളിക്കണമെന്ന് CPM-ഉം സമാജ്വാദിയും. അരുണാചലിൽ കോൺഗ്രസ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നടത്തിയ ശ്രമത്തിന് കേന്ദ്ര സർക്കാർ സഭയിൽ മറുപടി പറയേണ്ടി വരും. GST-യിൽ BJP-യും കോൺഗ്രസും നടത്തിയത് മാച്ച് ഫിക്സിംഗ് എന്ന ആരോപണവുമായി യെച്ചൂരിയും സർവകക്ഷി യോഗം വിളിച്ചില്ലെങ്കിൽ ബില്ലിനെ എതിർക്കുമെന്ന ഭീഷണിയുമായി സമാജ്വാദി പാർട്ടി. മുഖം നോക്കാതെ മുഖ്യൻ. SDPI ആളെക്കൊല്ലി സംഘടന എന്ന വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആളുകളെ എങ്ങനെ എളുപ്പത്തിൽ കൊലപ്പെടുത്താമെന്നതിലടക്കം സംഘടന പരിശീലനം നൽകുന്നു. അതേസമയം SDPയോട് മുഖ്യമന്ത്രിക്ക് മൃദു സമീപനമെന്ന ആക്ഷേപവുമായി രമേശ് ചെന്നിത്തല. സംഘടനയ്ക്കെതിരെ സഭയിൽ മുഖ്യന്റെ വിമർശനം. കോഴിക്കോട് വേളത്ത് ലീഗ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേസിൽ അറസ്റ്റിലായത് 2 SDPIക്കാർ. പിണറായിയുടെ വിമർശനത്തിന് പിന്നാലെ RSSും SDPIയും ഒരേ നാണയത്തിന്റെ വശങ്ങളെന്ന ആക്ഷേപവുമായി പ്രതിപക്ഷ നേതാവ്. അട്ടിമറിക്കാർക്ക് ചുട്ട മറുപടി. തുർക്കിയിൽ സൈനിക അട്ടിമറി ശ്രമത്തിന് നേതൃത്വം നൽകിയവരെ കാത്തിരിക്കുന്നത് കടുത്ത ശിക്ഷയെന്ന് സൂചന. രാജ്യദ്രോഹ കുറ്റം ചെയ്തവരെ തൂക്കിലേറ്റണമെന്ന നിലപാടിൽ പ്രസിഡന്റ് തയ്യിപ്പ് എർദോഗൻ. ഇക്കാര്യം പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രഖ്യാപനം. അട്ടിമറി നീക്കത്തിന്റെ അണിയറക്കാരായ സൈനിക ഓഫീസർമാരും ജഡ്ജിമാരും ഉൾപ്പെടെ തുർക്കിയിൽ അറസ്റ്റിലായത് 6000-ലധികം പേർ. തടവിലാക്കപ്പെട്ടവരിൽ 43 സൈനിക ജനറൽമാരും. ശുദ്ധീകരണം തുടരുമെന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും തുർക്കി നിയമമന്ത്രി. അതിനിടെ വിമത നീക്കത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന മതപണ്ഡിതൻ ഫെത്തുള്ള ഗുലാനെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് എർദോഗൻ. എന്നാൽ സൈനിക അട്ടിമറിക്ക് പിന്നിൽ അമേരിക്കയാണെന്ന ആരോപണം നിഷേധിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി. വെള്ളിയാഴ്ച അർദ്ധരാത്രി നടന്ന സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടത് 300ഓളം പേർ. IS-ൽ ഭീകരവിരുദ്ധ കേസ്. IS ബന്ധം സംശയിക്കപ്പെടുന്ന ദുരൂഹ തിരോധാന കേസിൽ 2 പേർക്കെതിരെ UAPA ചുമത്തി അന്വേഷണ സംഘം. ഭീകരവിരുദ്ധ നിയമപ്രകാരമുള്ള കേസ്. എറണാകുളം സ്വദേശി മെറിനെ കാണാതായ സംഭവത്തിൽ ഭർത്താവ് എഹിയയ്ക്കും മുംബൈ സ്വദേശി RC ഖുറേഷിക്കുമെതിരെ. മെറിനെ കാണാനില്ലെന്ന് കാണിച്ച് സഹോദരൻ എബിൻ ജോസഫ് നൽകിയ പരാതിയിലാണ് പോലീസ് UAPA പ്രകാരം കേസെടുത്തത്. സംസ്ഥാനത്ത് ഒരാളുടെ തിരോധാനത്തിന്റെ പേരിൽ ഭീകരവിരുദ്ധ നിയമപ്രകാരമുള്ള കേസ് ഇത് ആദ്യം. മെറിനെ മതം മാറ്റിയതിന് നേതൃത്വം നൽകിയത് ഖുറേഷി എന്നും നിഗമനം. ഗതികേടിന്റെ രാഷ്ട്രീയം. മാണിക്കെതിരെ കോൺഗ്രസ് നേതാക്കളുടെ ഗൂഢാലോചന തുറന്നു പറയുമ്പോഴും മുന്നണി മാറ്റം ആത്മഹത്യാപരമാകുമെന്ന തിരിച്ചറിവിൽ കേരള കോൺഗ്രസ്. അപമാനവും വഞ്ചനയും സഹിച്ച് തുടരേണ്ടതില്ല എന്ന പൊതുവികാരത്തിന്മേൽ രാഷ്ട്രീയ തീരുമാനത്തിന് മുതിരാതെ മാണിയും ജോസഫും. UDF വിട്ടാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർട്ടിക്ക് മറ്റ് പോംവഴികളില്ലെന്നും തൽക്കാലം എടുത്തുചാട്ടം വേണ്ടെന്നും കോട്ടയിൽ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ KM മാണി. ബാർക്കോഴയ്ക്ക് പിന്നിലെ ഗൂഢാലോചനക്കാരുടെ പേര് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് മുന്നണി ബന്ധം ശിഥിലമാക്കും. സമയമാകുമ്പോൾ ആ പേരുകൾ പറയാമെന്നും പാർട്ടി ചെയർമാൻ. UDF-ൽ തുടരാനുള്ള നേതൃത്വ തീരുമാനത്തിനെതിരെ ജില്ലാ ഘടകങ്ങൾ ഉയർത്തിയത് രൂക്ഷ വിമർശനം. എന്നാൽ നടന്നത് സ്വയം വിമർശനം മാത്രമെന്ന് KM മാണി. തുടർ ചർച്ചകളും തീരുമാനങ്ങളും ഓഗസ്റ്റ് 6-നും 7-നും ചരൽക്കുന്നിൽ ചേരുന്ന സംസ്ഥാന ക്യാമ്പിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.